السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله. സഹോദരന്മാരെ, സഹോദരികളെ, കുടുംബ ബന്ധം ചേർക്കലിൻ്റെ ഇസ്ലാമികമായ മഹത്വങ്ങളെക്കുറിച്ചും പ്രാധാന്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഹദീസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ഇനി അടുത്ത അധ്യായം ബാബു ഇസ്മി ഖാത്തി റഹം, കുടുംബ ബന്ധം മുറിക്കുന്ന വ്യക്തിയുടെ കുറ്റം, അവൻ്റെ പാപം, അതായത് അവന് ലഭിക്കാനുള്ള ശിക്ഷ, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അൻ ജുബൈർ ബിൻ മുത്ഇം അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു കേട്ടു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയം? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ ഗൗരവകരമായി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഹദീസാണ് ഇത്. കാരണം ഒരു പ്രവർത്തനത്തിലൂടെ ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ കാര്യം എത്രമാത്രം ദുഷിച്ചതാണ് എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഒരു വ്യക്തി കുടുംബബന്ധം മുറിക്കുന്നതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്ത ഏതൊരു വ്യക്തിയും അവൻ ചെയ്ത തിന്മകളുടെ പേരിൽ അല്ലാഹു തആല അവന് ശിക്ഷ നൽകിയതിനു ശേഷം അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് വിശ്വാസപരമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിർക്ക് ചെയ്ത ആളുകളും കുഫർ ചെയ്ത ആളുകളും മാത്രമാണ് നരകത്തിൽ ശാശ്വതമായി ഉണ്ടാവുക. അപ്പോൾ ശിർക്കല്ലാത്ത ഏത് പാപം ചെയ്താലും ഒന്നുകിൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്തേക്കാം, എന്നിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചേക്കാം. അതല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നരകത്തിൽ കൊടുക്കുകയും പിന്നീട് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്തേക്കാം. അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചുകൊണ്ട്, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യമാണ്. അതിൽ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല. അപ്പോൾ കുടുംബബന്ധം മുറിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണ്? ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പണ്ഡിതന്മാർ ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, കുടുംബബന്ധം മുറിച്ചാൽ ഒരു കുഴപ്പവുമില്ല, അതിന് അങ്ങനെ കുടുംബബന്ധം മുറിക്കുന്നതിന് തകരാറില്ല എന്ന് ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കുക എന്ന അള്ളാഹ് ഹറാമാക്കിയ സംഗതിയെ അത് ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ എന്ത് ചെയ്യുന്നു? അതിനെ ഹലാലായി കാണുന്നു. അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ ഫഹാദ കാഫിറുൻ യുഖല്ലദു ഫിന്നാർ, അവൻ നിഷേധിയാണ്, സത്യനിഷേധിയാണ്, അവൻ നരകത്തിൽ ശാശ്വതനാണ്, അവൻ ഒരിക്കലും വലാ യദ്ഖുലുൽ ജന്നത അബദ, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ആശയം. അതായത് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ സംഗതിയെ നിഷിദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഹലാല് പോലെ കാണുകയും അങ്ങനെ ചെയ്താൽ അതുകൊണ്ടൊന്നും തകരാറില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ആ പ്രവർത്തനം ചെയ്യുകയും ചെയ്താൽ അവൻ നരകാവകാശിയാണ് എന്നാണ്. കാരണം അല്ലാഹു തആല പഠിപ്പിച്ച ഒരു നിയമത്തെ അവൻ നിഷേധിക്കുകയാണ്. അത് നിയമപരമായി അത് ഹറാമാണെന്ന് അവൻ അറിയാം, എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നു? അത് ഹലാലെന്ന പോലെ ഉപയോഗിക്കുന്നു, ഹലാലെന്ന പോലെ ചെയ്യുന്നു. അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിലെ ഏത് നിയമങ്ങളെയും നമ്മൾ ആ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ നിലക്ക് ഒരാൾ അതിനെ ഹലാല് പോലെ കണ്ട് അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് കുറ്റമൊന്നുമില്ല എന്ന് സ്വയം മനസ്സിലാക്കി അല്ലാഹു തആല അത് ഹറാമാണെന്ന് ആക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവൻ ആ പ്രകാരം അത് വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. കാരണം അവൻ കുഫറിന്റെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, ലാ യദ്ഖുലുഹാ ഫി അവ്വലിൽ അംരി മഅ സാബിഖീൻ, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആളുകളോടൊപ്പം അവൻ എന്ത് ചെയ്യൂല? സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നേരെ മറിച്ച് ബൽ യുആഖബു ബിതഅഖുരിഹി അൽ ഖദ്ർ അല്ലദി യുരീദുഹു അല്ലാഹു തആല, അല്ലാഹ് അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും കാലം നരകത്തിൽ അവനെ താമസിപ്പിക്കും. എന്നിട്ട് അതിനുശേഷം ആ നരകത്തിലുള്ള അവൻ്റെ ശിക്ഷയുടെ കാലയളവ് കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ചെയ്യും? അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും.
അപ്പോൾ സത്യവിശ്വാസികൾ ഒന്നടങ്കം ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവന് ഇത്തരം ആളുകൾക്ക് അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇതാണ് അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഏതായാലും ഈ വിഷയം അത്രത്തോളം ഗൗരവമുള്ളതാണ്. നമ്മുടെ നാവിന്റെ പ്രയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ ഒരു ബന്ധവും മുറിയാൻ കാരണമായി മാറരുത്. നമ്മൾ ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്യരുത്, കാരണം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത്രയും ഗൗരവത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.